മെഗ അങ്ങനെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജയിലിനകത്ത് തന്നെ കിടക്കുമെന്നുള്ള വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. സഖാക്കൾക്കിനി പുറത്തേക്കൊരു വാതിൽ തുറക്കില്ലേ? തുറക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. കോടതി നിരീക്ഷണം എന്ന് പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ പ്രതികളുടെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് ഈ വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തതും വാഹനത്തിൽ അക്രമം ഉണ്ടാക്കിയതും എന്നൊക്കെയാണ് കോടതി നിരീക്ഷണം. അപ്പോൾ കോടതി തന്നെ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഇതൊരു വളരെ ലളിതമായ ഒരു കേസാണെന്നും അതുപോലെ തന്നെ ഇതിനൊരു അർഹമായ പ്രാധാന്യം കിട്ടാതെ പോകും, അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല എന്നുമാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കൊലപാതക ശ്രമമാണ്, മനഃപൂർവ്വം കൊലപ്പെടുത്താൻ സംഘം ചേർന്ന് ആക്രമിക്കുക എന്ന് പറയുന്ന ഗുരുതരമായ വകുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ജയിലിടിഞ്ഞാൽ പോലും നമ്മുടെ കുട്ടി സഖാക്കന്മാർ പുറത്തു വരാനുള്ള സാധ്യത സീറോയിലേക്കാണ് പോകുന്നത്. സഖാക്കൾ ഇതുകൊണ്ടൊക്കെ പഠിക്കുമോ? രാഹുലിന് തോന്നുന്നുണ്ടോ ഇതുകൊണ്ട് പഠിക്കുമെന്ന്? ഇല്ല. എന്തിനാണ് സമരം ചെയ്തത് എന്ന് ഇപ്പോഴും അവർക്ക് അറിയത്തില്ല. സ്വാതന്ത്ര്യ സമരം 2.0 ആർക്ക് വേണ്ടിയിട്ട്? ആരുടെ സ്വാതന്ത്ര്യം? നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിനെതിരെ രാഹുൽ ഗാന്ധി അയച്ച സംഘം വീട്ടിൽ കയറി പരിശോധിച്ചു. അത് എന്തോ അറിയത്തില്ല. പിണറായി വിജയനെതിരെ കേസൊന്നുമില്ലല്ലോ. അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് പുറത്തുനിന്ന് പിണറായി വിജയൻ തന്നെ കൈപൊക്കി കാണിച്ചിട്ട് പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായല്ലോ എന്ന്. വളരെ മാസായിരുന്നു. വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിനും വീണ ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിനും പിണറായി വിജയൻ എന്താണ് കുഴപ്പം? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള, ചോദ്യം ചോദിച്ചിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ എന്താണ് കുഴപ്പം? സഖാക്കൾ എന്തിനാണ് സമരം ചെയ്തത്? എന്നാലും പിണറായി വിജയൻ ഇരിക്കുന്ന വീട്ടിലോട്ട് അങ്ങനെ അങ്ങ് കയറി ചെല്ലാൻ പാടുണ്ടോ ഇവരൊക്കെ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് മാത്രമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്തില്ല, അദ്ദേഹത്തിനെതിരെ ഒരു പ്രശ്നവും, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തത് ആ വീട്ടിൽ പരിശോധന നടത്തി. എന്തുകൊണ്ട്? ആ വീട്ടിലാണ് നമ്മുടെ ഒരു പ്രമാദമായ കേസിന്റെ പ്രതിയായിരിക്കുന്ന വീണ തൈക്കണ്ടി താമസിക്കുന്നത്. നിർഭാഗ്യവശാൽ മകളാണ്. എന്തായിരുന്നു കേസ്? കേസ് എന്ന് പറയുന്നത് കരിമണൽ കമ്പനിയുമായി ഇവരുടെ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് എന്തോ ഒരു അശുഭമായ ഇടപാട്. ഈ എക്സൽ പോലെ ഇപ്പോ ചാനൽ ചർച്ചകളിലൊക്കെ സഖാക്കന്മാർ വന്നിരുന്ന് പറയുന്നത് എക്സൽ ഷീറ്റ് ഇതൊക്കെ ചെയ്തതിനാണ് 1.5 കോടി വാങ്ങിയത് ഇതൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഇതിനു വേണ്ടിയിട്ട് 1.5 കോടി രൂപ വാങ്ങി. അരിയാഹാരം കഴിക്കുന്ന സാധാരണപ്പെട്ട നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാകും 1.5 കോടി പോയിട്ട് 2000 രൂപയുടെ പണി പോലും അതില്ലാന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ തൈക്കണ്ടിയോട് ചോദിക്കുന്നു, എന്തിനാണ് വീണേച്ചി ഈ 1.5 കോടി രൂപ മേടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വീണേച്ചി ഒന്നും പറയുന്നില്ല. അപ്പോൾ മുതൽ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആക്രമിക്കുന്നു. നേരത്തെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആക്രമിക്കുന്നു. ഒരു സിമ്പിൾ ചോദ്യമാണ്, എന്തൊക്കെ സേവനങ്ങൾ കൊടുത്തു, ഇന്ന സേവനങ്ങൾ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമാണ്. എനിക്കതൊന്നുമല്ല വിഷയം. ഇത്രയും വലിയ വിപ്ലവ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം, ചിന്തിക്കാൻ ശേഷിയുള്ള ചിന്തകരുടെ പ്രസ്ഥാനം, ഒരു ചിന്തിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്, ഒരുപാട് വായിക്കുകയും ചെയ്യാറുണ്ട്. പ്രബന്ധങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വിടും, 7 പേജും 8 പേജും. അവരുടെ പ്രബന്ധാവതരണങ്ങളൊക്കെ വളരെ രസകരമാണ്. മലയാളിക്ക് പോലും മനസ്സിലാകാത്ത മലയാളത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ബുദ്ധിജീവികളായ വ്യക്തികൾ. അത്രയും വലിയ താത്വിക അവലോകനം നടത്തുന്ന ഈ സഖാക്കൾക്ക് എന്തുകൊണ്ടാണ് അറിയാൻ കഴിയാതെ പോയത്? തങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഈ സമരം കൊണ്ട് എന്താണ് ലക്ഷ്യം? അതൊന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് ചിന്തിക്കാൻ കഴിയാതെ പോയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ച് ഇതുപോലെ ജയിലിനുള്ളിലാകുമ്പോൾ അറിയണം കുടുംബത്തെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഇതെല്ലാം ഒരുപാട് പ്രായമുള്ള അല്ലെങ്കിൽ വയസ്സായ ജീവിതം തീരാറായ മനുഷ്യരല്ല ഈ പോയി അകത്ത് കിടക്കുന്നത്. ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത, ജീവിതത്തിന്റെ നല്ലൊരു കാലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മനുഷ്യരാണ് കുട്ടികൾ തന്നെ പറയേണ്ടി വരും. ഒരു 40 വയസ്സിനകത്ത് പ്രായമുള്ളവരാണ്. ഇവർക്കൊക്കെ ഒരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. ഇനി ഇത് എവിടെ പോയി നിൽക്കും? ഈ കേസ് എങ്ങനെയാണ് തീരാൻ പോകുന്നത്? എത്ര നാൾ? ഇപ്പോ നമ്മൾ ആദ്യമൊക്കെ തമാശയായിട്ട് പറയുന്നതാണ്, ഇടിക്ക് മുന്നിൽ പോയി ഇരിക്കേണ്ടത് ഇവരാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള ഒരു ലാംഗ്വേജ് ബാരിയർ കൂടിയുണ്ട്. എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? അത് ഞങ്ങളുടെ സഖാവിന്റെ വീട്ടില് റെയ്ഡ് അങ്ങനെ പറയൂ? അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ പുരോഗമന പ്രസ്ഥാനത്തിലുള്ള ആളുകളാണ് ഇവരെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ വന്നത് സഖാക്കന്മാരെല്ലാം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലൂടെ വലിയൊരു ശക്തി കടന്നു വരികയാണ്. കടൽ 2ആയി പിളർന്ന് ഇങ്ങനെ മുദ്രാവാക്യങ്ങളുടെ അല്ലയൊടിയോ ഇങ്ങനെ വന്നിട്ട് ഒറ്റയടിക്ക് പോലീസുകാരെല്ലാം അങ്ങ്
വലിയ രീതിയിലേക്ക് വന്നത് ഒരു വലിയ വിപ്ലവ സംഘടനയായിരുന്നു SFI. അവരെ സംബന്ധിച്ച് അവർക്ക് ശക്തി പ്രകടനങ്ങൾ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ക്യാമ്പസുകൾ തുറക്കുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ ജൂൺ 1 ക്യാമ്പസുകൾ തുറക്കുന്നതെങ്കിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ ഒരു ശക്തി പ്രകടനം വേണം. അത് കഴിഞ്ഞൊരു 10-15 ഉള്ളിൽ വീണ്ടും അടുത്ത ശക്തി പ്രകടനം. ഈ സമയത്ത് ബാക്കി എല്ലാ സംഘടനയും ശക്തി പ്രകടനം നടത്താറുണ്ട്. എന്തെങ്കിലും പേര്, ഇപ്പോൾ കോളേജിൽ കൂളർ കംപ്ലൈന്റ്, കൂളർ വേണം ഞങ്ങൾക്ക്, വെള്ളം കുടിക്കാൻ കൂളർ വേണം. നല്ല കാര്യമാണ്. സമരം, ഫസ്റ്റ് സമരം എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളും കൂടെ അപ്പുറം ഇപ്പുറമായിട്ട് നടത്തും. അപ്പൊ പുതിയ പിള്ളേർ വരുന്നൊരു സമയമല്ലേ, അപ്പോൾ അവര് കാണുമ്പോൾ എന്തോരം ആളുകളാണ്, എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കൂടാണ്. അപ്പൊ അവരുടെ കൂടെ നിൽക്കാം. അങ്ങനെ ശക്തി പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇവർ വിചാരിച്ചു ED ഓഫീസിലേക്ക് ഇനി ഒരു ശക്തി പ്രകടനത്തിന്റെ കാലമാണ്. SFIയുടെ പ്രകമ്പനം കേരളത്തിൽ മാത്രം കേട്ടാൽ പോരാ, അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന ED ഉദ്യോഗസ്ഥർ വിറയ്ക്കണം. അല്ല, അവിടെ വേറൊരു വിഷയമുണ്ട്. മുതിർന്ന നേതാക്കന്മാർ ഒരു വശത്ത് അവരുടെ സമരം, ഇപ്പുറത്ത് DYFIയുടെ ഒരു സമരം. 2 സമരത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ സമരം വ്യത്യസ്തമാകണമല്ലോ. തീർച്ചയായിട്ടും. അപ്പം കുറച്ച് സംഘർഷമൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു യാത്രയാണ് വലിയ. അതായത് മുദ്രാവാക്യം ഉണ്ടല്ലോ, ഇടിമിന്നൽ പിളരുമ്പോൾ കടല് 2-ആയി പിളരുന്നു. മുദ്രാവാക്യത്തിന്റെ അല്ലയൊടിയോടെ ഇങ്ങനെ വരികയാണ്. കടല് 2-ആയി പിളരുന്ന പോലെ ഒരു കൂട്ടം സഖാക്കൾ അങ്ങോട്ടേക്ക് പോകുന്നു, ഒരു കൂട്ടം സഖാക്കൾ ഇവിടേക്ക് മാറിക്കുന്നു. കാരണം അതിന്റെ ഇടയിലൂടെ ഇരച്ചു കയറി വന്ന് വലിയൊരു സംഘർഷം സൃഷ്ടിക്കുന്നു. പിന്നെ ഒരു ചിതറിയോട്ടമായിരുന്നു. പിന്നെ ഒളിച്ചു താമസിക്കലായി, പോലീസ് പിടിക്കലായി, ജയിലിലായി. അതിന്റെ ഇടയിലൂടെ മുട്ടയുടെ ശക്തി കാണിക്കാൻ വന്ന ചില സഖാക്കന്മാരുണ്ട്. മുട്ടയ്ക്ക് ഭയങ്കര ശക്തിയാണ്. മുട്ട കൊണ്ട് കാറിന്റെ ചില്ലുകൾ തല്ലിപ്പൊളിക്കും. പിന്നെ കല്ല്, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ്. അതെല്ലാം ഒരു സമരമുറകളാണ്. ഇതൊക്കെയാണ് മറ്റുള്ള സംഘടനകൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴും കരിങ്കൊടിയും കൊണ്ടൊക്കെ നടക്കുകയാണ്. കരിങ്കൊടി നല്ലൊരു ആയുധമാണ്. ഒരാളുടെ കഴുത്തൊക്കെ ഒടിക്കാൻ കരിങ്കൊടി കൊണ്ട് ധാരാളമാണ്. കഴുത്തൊക്കെ ഒടിച്ചിട്ട് ഇതൊക്കെ കുത്തിക്കഴപ്പാണെന്ന്. പക്ഷെ അല്ല, ഇതൊക്കെ വലിയ സമരമുറകളാണ്. അല്ല, കഴുത്തൊടിച്ചിട്ട് എന്തോ ചെയ്യാനാ? മറ്റേ ഈ സാധനം ഇട്ടിട്ട് അവര് നടന്നു വരും. ഇതാകുമ്പോ ഒരു കല്ല് മതിയല്ലോ. തല പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ തലയിലും ഓരോ ചുറ്റല്. SFIയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമരമുറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു തലയ്ക്ക് 2 തല. അപ്പൊ തലകളിൽ ഇങ്ങനെ കെട്ടുകൾ ഇടിയിപ്പിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ അതിന്റെ ഇടയിൽ ഏതെങ്കിലും രക്തസാക്ഷി ഉണ്ടാവാൻ വേണ്ടിട്ട് അവരെന്തെങ്കിലുമൊക്കെ നീ പോയി തട്ടും. പിന്നെ ശത്രുക്കൾ പറയും ഇതൊക്കെ രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി ശ്രമിക്കുന്നു. തട്ടിപ്പ്. ഞങ്ങൾ സമരം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ യുവജന പ്രസ്ഥാനങ്ങളെ കൈപിടിച്ചുയർത്താൻ ഈ പറഞ്ഞ ഇടതുപക്ഷത്തെ പോലെ ഏത് പാർട്ടിയുണ്ട്? അതെ, ഇത്രയും പൊതിഞ്ഞു പിടിക്കുന്ന. ഇപ്പൊ ജയിലിലായപ്പോ പോലും ഭയമില്ലല്ലോ. അതെ, ജയിലിലായപ്പോ വീട്ടിൽ പോയി സന്ദർശിക്കാൻ മുൻ മന്ത്രിമാർ നിരന്നു. വീട്ടിൽ പോയി സന്ദർശനം നടത്തി. അതുകൊണ്ട് അവിടെ കഞ്ഞി ആയി അടുപ്പിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാൻ കഴിയാത്ത കുരുക്കിലേക്കാണ് നമ്മുടെ കുട്ടി സഖാക്കന്മാരെല്ലാം പോയിട്ടുള്ളത്. ഈ സെലിബ്രേറ്റ് ചെയ്ത് പോസ്റ്റ് ഇടാൻ MP-മാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇതെല്ലാം ഇരിക്കുന്നത് സെൻട്രലാണ്, കേന്ദ്രമാണ്. എനിക്ക് ഓർമ്മ വരുന്നൊരു വാപ്പയുണ്ട്. എൻ്റെ മോൻ ഇന്ന് എന്നോടൊപ്പം ഇല്ലാത്ത പെരുന്നാളാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി എത്ര പെരുന്നാളുകൾ ഇങ്ങനെ മകനില്ലാതെ ആഘോഷിക്കണമെന്ന് വാപ്പ തീരുമാനിച്ചാൽ മതി. അതെ.